ഉച്ചത്തേക്കുള്ള മുളകിട്ട മീൻ കറിയുടെ റെസിപ്പി നോക്കാം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മീൻ കറിയാണ്, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. തേങ്ങ അരച്ച മീൻ കറിയേക്കാളും കൂടുതൽ എനിക്കിഷ്ടം ഇതേ കണക്ക് പൊടിയിട്ട് വയ്ക്കുന്നത്. നമുക്ക് അതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ മൺചട്ടിയാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ മീൻ കറി വയ്ക്കാൻ മൺചട്ടിയാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ മൺചട്ടി എടുത്ത് മൺചട്ടി ചൂടാകുമ്പോഴത്തേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇതിൽ ചേർക്കുന്ന പൊടികൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, മല്ലിപ്പൊടി ഞാൻ ഇതിൽ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം പുളിയും വെള്ളവും ചേർത്ത് ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് അത് നന്നായിട്ട് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്ന മീനെന്ന് വെച്ചാൽ കൊഴിയാള മീനാണ്. ഏത് മീൻ വേണമെങ്കിലും നമുക്ക് ഇതേ കണക്ക് വയ്ക്കാം. ചെറിയ മീനൊന്നും ഇതേ കണക്ക് വെച്ചാൽ വലിയ ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലാണ്ട് കഷ്ണം പോലത്തെ മീനുകളൊക്കെ നമുക്ക് ഇതേ കണക്ക് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ തിളച്ച് വരുമ്പോഴത്തേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വിട്ടേക്കണം. അത് കഴിഞ്ഞ് മീൻ കറിയിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു മാങ്ങയുടെ പകുതി കഷ്ണവും ഒരു ചെറിയ പീസ് മുരിങ്ങയ്ക്കയും എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ പച്ചമുളക് ഇടാൻ മറന്നുപോയി. നിങ്ങൾക്ക് പച്ചമുളക് ഇടാം. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് തിളപ്പിക്കാൻ വയ്ക്കുക കേട്ടോ. നന്നായിട്ട് തിളച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് പിന്നെ ചെറു തീയിൽ വെച്ച് മൂടി വെച്ച് മീൻ കറി വേവിക്കാനായിട്ട് വെക്കണം. അത്യാവശ്യം ചാറ് ഇതിൽ കുറുകി വരുന്നതാണ് ഇത് കുറച്ചും കൂടെ ടേസ്റ്റ്. കുറുകി വന്ന് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുമ്പോഴത്തേക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഉപയോഗിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ചെറു തീയിലിട്ട് കുറച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കാം. നന്നായിട്ട് കുറുകി വന്നോട്ടെ കേട്ടോ. നിങ്ങൾക്ക് കറിയുടെ ആവശ്യം അനുസരിച്ച് വേണമെങ്കിൽ കുറുക്കിയെടുക്കാം, ഇല്ലെങ്കിൽ കുറച്ച് കറിയായിട്ടെടുക്കാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കറി കുറുക്കിയതാണ് എനിക്കിഷ്ടം. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.